നമ്മൾ സിനിമകൾ കാണുന്നത് വെറും വിനോദത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇറാനിയൻ സിനിമകൾ പലപ്പോഴും വിനോദത്തിന് വേണ്ടി മാത്രമുള്ളതായിട്ടല്ല നിർമ്മിക്കപ്പെടുന്നത്. ആ സിനിമകൾ അത്രമേൽ ധാർമ്മികതയാൽ നിറഞ്ഞു നിന്നിരിക്കും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഒരുപക്ഷെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു ചലച്ചിത്രത്തിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. പാരോ സ്പ്രിംഗ് അഥവാ കുരുവിയുടെ വസന്തം എന്നാണ് ഈ ചലച്ചിത്രത്തിന്റെ പേര്. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് മലനിരകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു ഗ്രാമത്തിൽ നിന്നുമാണ്. നഗരത്തിന്റെ യാന്ത്രികമായ തിരക്കുകളൊന്നും അവിടെയില്ല. ആ ഗ്രാമത്തിലെ ഏക സ്കൂളിലേക്ക് നമ്മൾ എത്തുന്നു. അവിടെയുള്ള ഒരേ ഒരു അധ്യാപകനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള എന്നാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു രചനാ മത്സരം സംഘടിപ്പിക്കും എന്നൊരു കാര്യം അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു. നഗരത്തിലെ എല്ലാ പ്രൈമറി സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളും ആ മത്സരത്തിൽ പങ്കെടുക്കും. മത്സരത്തിൽ ഏറ്റവും മികച്ച ഉപന്യാസങ്ങൾ എഴുതുന്നവർക്ക് സമ്മാനങ്ങൾ നൽകപ്പെടും. അധ്യാപകൻ എല്ലാ കുട്ടികളോടുമായി വിശദീകരിച്ചു. നഗരത്തിലെ കുട്ടികൾ നിങ്ങളെക്കാൾ വളരെ മുന്നിലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം. എന്നാൽ ഇതൊരു ഉപന്യാസ മത്സരമാണ്. നിങ്ങൾക്കാകെ ആവശ്യമുള്ളത് ഒരു നോട്ട്ബുക്കും പേനയും നിങ്ങളുടെ ചിന്താശേഷിയും മാത്രമാണ്. നിങ്ങളിൽ ഓരോരുത്തരും നല്ലൊരു ഉപന്യാസം എഴുതി അടുത്ത ആഴ്ച എനിക്ക് സമർപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ അടിസ്ഥാനമാക്കി പരമാവധി ആ ഉപന്യാസങ്ങൾ എഴുതാൻ നോക്കണം. അന്ന് സ്കൂള് കഴിഞ്ഞപ്പോ ഒരു ചെറിയ പയ്യൻ തന്റെ ആടിനെ കൈകളിൽ പിടിച്ചുകൊണ്ട് അച്ഛനായി കാത്തു നിൽക്കുകയായിരുന്നു. വീട്ടിലേക്ക് കൂട്ടാനായി അവന്റെ അച്ഛൻ വരാറുണ്ട്. അവന്റെ പേര് പർവീസ് എന്നായിരുന്നു. കുറച്ചു കഴിഞ്ഞതും പർവീസ് ദൂരെ നിന്ന് തന്റെ അച്ഛന്റെ മോട്ടോർ സൈക്കിളിന്റെ ശബ്ദം കേട്ടു. അച്ഛന്റെ നേരെ നോക്കി. ബൈക്കൊടുവിൽ പർവീസിന്റെ മുന്നിൽ വന്നു നിന്നു. അച്ഛൻ അവനോട് ബൈക്കിൽ കയറാൻ പറഞ്ഞു. പർവീസ് ബൈക്കിൽ കയറിയ ഉടൻ തന്നെ അത് പെട്ടെന്ന് നിന്നു. അച്ഛൻ കിക്കറടിച്ചത് സ്റ്റാർട്ട് ചെയ്യാൻ പലതവണ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബൈക്ക് സ്റ്റാർട്ടാകുന്നുണ്ടായിരുന്നില്ല. പർവീസിന്റെ അച്ഛൻ പ്രശ്നമെന്താണെന്ന് പരിശോധിക്കാൻ ബൈക്കിൽ നിന്നിറങ്ങി. പർവീസ് അരികിൽ മാറി നിന്നു. അച്ഛൻ വളരെ നിരാശനായി കാണപ്പെട്ടിരുന്നു. പലതവണ ശ്രമിച്ചിട്ടും ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതേയില്ല. തുടർന്ന് അദ്ദേഹം ബൈക്ക് തള്ളാൻ തുടങ്ങി. എല്ലാ ദിവസവും അവനെ അങ്ങനെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ വരുന്നത് വലിയ ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് എന്നവന്റെ അച്ഛൻ പറയുകയും ചെയ്തു. അത് കേട്ട് പർവീസ് ഒന്നും മിണ്ടിയില്ല. അച്ഛൻ അല്പം മുന്നോട്ട് നീങ്ങിയപ്പോ പർവീസ് വീണ്ടും നടക്കാൻ തുടങ്ങി. അവന്റെ ആടും അവനെ പിന്തുടർന്നു. മലനിരകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ആ ഒരു പച്ചപ്പ് നിറഞ്ഞ ഗ്രാമം ആരുടെയും മനം കവരുമായിരുന്നു. അവിടെയായിരുന്നു പർവീസിന്റെ വീട്. വീട്ടിലേക്കെത്തി പർവീസ് വിഷമിച്ചിരിക്കാൻ തുടങ്ങി. പർവീസിന്റെ ഉമ്മ അത് കണ്ടു. ആ അമ്മ അവൻ അടുക്കൽ വന്ന് ചോദിച്ചു, അച്ഛൻ നിന്നെ വീണ്ടും വഴക്ക് പറഞ്ഞോ? ഇല്ല, പർവീസ് അമ്മയോട് മറുപടി പറഞ്ഞു. പിന്നാലെ അവൻ അമ്മയോടായി ചോദിച്ചു, അമ്മ സ്കൂളിൽ പോയിട്ടുണ്ടോ? ഞാൻ ചെറുതായിരുന്നപ്പോ എനിക്ക് സ്കൂളിൽ പോകാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് പഠനം തുടരാൻ കഴിഞ്ഞില്ല. അത് ശരിയായിരിക്കും. അച്ഛനമ്മയെ പഠിക്കാൻ വിട്ടു കാണില്ലല്ലേ? അങ്ങനെയൊന്നുമില്ല. കല്യാണത്തിന് ശേഷം ജീവിതം മറ്റൊരു വഴിക്ക് തിരിഞ്ഞു പോകും. എനിക്ക് പക്ഷെ അതിലൊരു വിഷമവുമില്ലാട്ടോ. ഞാൻ നിന്നെയും ഇപ്പൊ നിന്റെ അനിയത്തിയെയും വളർത്തിയില്ലേ? എന്റെ എല്ലാ സന്തോഷങ്ങളും നിങ്ങളെ കാണുമ്പോഴാ. പെട്ടെന്ന് കുഞ്ഞായ പർവീസിന്റെ അനിയത്തി കരയാൻ തുടങ്ങി. അമ്മ അവളെ നോക്കാൻ അവിടെ നിന്ന് പോയി. പർവീസ് അല്പനേരം അവിടെ ശാന്തനായി നിന്നു. പിന്നെ അവൻ അമ്മയുടെ അടുത്തു ചെന്ന് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അച്ഛൻ എന്താ പഠിക്കാതിരുന്നേ? അമ്മ പറഞ്ഞു, നിന്റെ അച്ഛന് പണ്ട് തൊട്ടേ പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് ടെഹ്റാൻ നഗരത്തിൽ ജീവിക്കാനായിരുന്നു ആഗ്രഹം. അങ്ങനെ കുറച്ചു മുതിർന്നപ്പോ അദ്ദേഹം അവിടേക്ക് പോയി. പക്ഷെ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അതെന്താ? എന്തുപറ്റി? അത് നിന്റെ അച്ഛൻ വളർന്നത് മലനിരകളാൽ ചുറ്റപ്പെട്ട പച്ചപ്പ് നിറഞ്ഞ ഈ ഗ്രാമത്തിലല്ലേ? നഗരത്തിലെ ബഹളങ്ങളും തിരക്കുകളും ഒന്നും താങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പർവീസ് അമ്മയുടെ അടുത്തിരുന്നുകൊണ്ട് പറഞ്ഞു, അമ്മേ, സ്കൂളിലെ ഉപന്യാസ മത്സരത്തിന് എന്താ എഴുതേണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറിച്ച് എഴുത്. അമ്മ എനിക്ക് നല്ലൊരു നിർദ്ദേശം തരാമോ? അതിപ്പോ എനിക്കറിയില്ല. നീ നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്ക്. അച്ഛൻ എപ്പോഴും എന്നോട് മോശമായ പെരുമാറുന്നേ. അത് മോനെ, നിന്റെ അച്ഛൻ കുടുംബത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുവല്ലേ? ഇപ്പൊ അദ്ദേഹം ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാ കടന്നു പോകുന്നേ. നിനക്കറിയാലോ അത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആശങ്കാകുലനാണ്. അതുകൊണ്ട് മോൻ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ദേഷ്യം കണ്ട് അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കരുത്. പർവീസ് ഒക്കെ കേട്ടിരുന്നു.
കഥ അവിടെ നിന്നും മറ്റൊരു മനുഷ്യനിലേക്ക് തിരിയുന്നു. അദ്ദേഹം തന്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ മകൻ കയ്യിലൊരു നോട്ട്ബുക്കുമായി അദ്ദേഹത്തിന്റെ അരികിലുണ്ട്. ആ കുട്ടി ചോദിച്ചു, അച്ഛാ, നമ്മൾ എന്തുകൊണ്ടാ വർഷത്തിലെ ഈ സമയത്ത് കൃഷി ചെയ്യുന്നേ? അച്ഛൻ മറുപടി പറഞ്ഞു, കൃഷിയായാലും പഠനമായാലും എല്ലാ ജോലികൾക്കും കൃത്യമായ നിയമവും സമയവുമുണ്ട്. കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഫലമൊരിക്കലും നല്ലതായിരിക്കില്ല. മഴക്കാലത്ത് നമ്മൾ വിത്ത് വിതച്ചില്ലെങ്കിൽ വിളവൊന്നും ഉണ്ടാകാത്ത പോലെ തന്നെയാതും. ആ കുട്ടി തന്റെ സ്കൂളിലെ ഉപന്യാസ മത്സരത്തിനായുള്ള കുറിപ്പുകൾ തയ്യാറാക്കുകയാണ്. അവന്റെ പേര് അമീൻ എന്നായിരുന്നു. അമീനും അവന്റെ പിതാവും നല്ല സൗഹൃദത്തിലാണ്. അമീൻ പർവീസിന്റെ ഉറ്റ സുഹൃത്തുമാണ്. അന്ന് രാത്രിയിൽ പർവീസ് തന്റെ വീടിന്റെ ഉമ്മറത്ത് നിശബ്ദനായി നിന്നു. അമ്മ വന്ന് അവനോട് പോയി ഉറങ്ങാൻ പറഞ്ഞു. അവൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, എനിക്കെന്താ അമീനെ പോലെ ആകാൻ പറ്റാത്തത്? അമ്മ ചോദിച്ചു. അമീൻ അവനെങ്ങനെയുള്ളവനാ? പർവീസ് മറുപടി നൽകി. അമീൻ വളരെയധികം ധീരനാണ്, പഠിക്കാൻ മിടുക്കനും, അവനൊന്നിനെ പേടിയില്ല. അതിപ്പോ നാം എല്ലാവരും തുല്യരാ. നീ ശ്രമിച്ച നിനക്കും അമീനെ പോലെയാകാം. നീ പോയി വേഗം ഉറങ്ങിക്കേ. അടുത്ത ദിവസം രാവിലെ അച്ഛൻ ജോലിക്ക് പോകാൻ ഒരുങ്ങുമ്പോ പർവീസ് അവരുടെ ആടുകൾക്ക് തീറ്റ നൽകുകയായിരുന്നു. പർവീസിന്റെ അച്ഛൻ അവിടുത്തെ ഫോറസ്റ്റ് റേഞ്ചർ ആണ്. കഴിഞ്ഞ രാത്രിയിൽ ചില കള്ളക്കടത്തുകാർ കാട്ടിലെ പുരാതന മരങ്ങൾ വെട്ടിമാറ്റി മോഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ റേഞ്ചർമാർ കാരണം അവർ ഓടിപ്പോയി. അങ്ങോട്ടേക്കെത്തിയ പർവീസിന്റെ അച്ഛൻ ദുഃഖത്തോടെ ആ മരങ്ങൾ നോക്കി ഖേദത്തോടെ പറഞ്ഞു, പണത്തിനു വേണ്ടി മനുഷ്യർ എന്തും ചെയ്യും. ഈ കാട് നമ്മുടെ ലോകത്തിന്റെ ഭാഗമാണ്. ഈ മരങ്ങൾക്കും ജീവനുണ്ട്. തുടർന്ന് അദ്ദേഹം തന്റെ സഹപ്രവർത്തകനോട് ഇന്നലെ അവർക്ക് കിട്ടിയ കഴുകനെ കുറിച്ച് ചോദിച്ചു. കഴുകന്റെ അവസ്ഥ അത്ര നല്ലതല്ലെന്ന് സഹപ്രവർത്തകൻ അദ്ദേഹത്തെ അറിയിച്ചു. പർവീസിന്റെ അച്ഛൻ പറഞ്ഞു, എങ്കിൽ ഞാൻ അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം, അതിനെ ചികിത്സിക്കാം. പർവീസിന്റെ അച്ഛൻ വലിയൊരു പ്രകൃതി സ്നേഹിയായിരുന്നു. കാടിനെ ജീവനതുല്യം സ്നേഹിക്കുന്ന സത്യസന്ധനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതിനിടയിൽ പർവീസ് തന്റെ ആടിനെ തലോടിക്കൊണ്ട് തനിക്ക് ഉപന്യാസം എഴുതാൻ കഴിയില്ലെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ പുറകിൽ നിന്ന് വന്നു ചോദിച്ചു, നീ ഇതുവരെ ഉപന്യാസം എഴുതിയില്ലേ? പർവീസ് മറുപടി നൽകി, അമ്മേ, ഞാനെന്താ എഴുതണ്ടേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അമ്മ പറഞ്ഞു, നീ അമീന്റെ സഹായം ചോദിച്ചു നോക്ക്. പർവീസ് ഉടൻ മറുപടി നൽകി, അവർ കുന്നിൻ മുകളിൽ കളിക്കാൻ പോയിരിക്കുക. പിന്നെ നീ എന്താ ഇവിടെ ചെയ്യുന്നേ? നിനക്കും കളിക്കാൻ പോകാൻ പാടില്ലേ? പിന്നാലെ പർവീസ് ആ കുന്നിൻ മുകളിലേക്ക് ഓടി. അവന്റെ കൂട്ടുകാർ കുന്നിൻ മുകളിൽ ഒത്തുചേരുന്ന ഒരിടമൊരുക്കിയിട്ടുണ്ട്. അവിടെയാണ് അവർ എല്ലാ ദിവസവും വൈകുന്നേരം കളിക്കാനായി എത്തുന്നത്. പർവീസിന്റെ ഒരു കൂട്ടുകാരൻ അവനെത്തിയതും അവനടുക്കൽ ചോദിച്ചു, നീ ഉപന്യാസം എഴുതിയോ? പർവീസ് മറുപടി നൽകി, ഇല്ലടാ, എന്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നില്ല. മറ്റൊരു കൂട്ടുകാരൻ പറഞ്ഞു, അത് പിന്നെ ഒരിക്കലും പ്രവർത്തിക്കാറില്ലല്ലോ. ആ കളിയാക്കൽ കേട്ടതും പർവീസിന് നാണക്കേട് തോന്നി. പിന്നാലെ ആ കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ നിനക്ക് കുറച്ച് മാഗസിനുകൾ തരാം, അതിന്ന് ഏതെങ്കിലും ഒരു ഉപന്യാസം നീ കോപ്പിയടിച്ചു. അത് കേട്ട് ദേഷ്യപ്പെട്ട് പർവീസ് അവിടെ നിന്നിറങ്ങിപ്പോയി. അമീനും അവന്റെ പിന്നാലെ ചെന്നു. അടുത്ത ദിവസം പർവീസും അമീനും അമീന്റെ അച്ഛന്റെ പിക്കപ്പ് ട്രക്കിന്റെ പുറകിലിരുന്ന് തങ്ങളുടെ അധ്യാപകനെ കാക്കുകയാണ്. അവരുടെ അധ്യാപകൻ എല്ലാ വാരാന്ത്യങ്ങളിലും തന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ നഗരത്തിൽ പോകാറുണ്ട്. അമീന്റെ അച്ഛൻ തന്റെ ട്രക്ക് വൃത്തിയാക്കി അധ്യാപകനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പർവീസ് ആ സമയം തന്റെ കൂട്ടുകാരനായ അമീനോട് പറഞ്ഞു, എനിക്ക് ഉപന്യാസം എഴുതാൻ കഴിഞ്ഞില്ല. അമീൻ ചോദിച്ചു, അതെന്താ? എന്തുപറ്റി? ഏത് വിഷയത്തെക്കുറിച്ചാ എഴുതണ്ടേന്ന് എനിക്കറിയില്ലടാ. നിനക്ക് നിന്റെ അച്ഛനോട് സഹായം ചോദിച്ചുകൂടായിരുന്നോ? ഞാൻ എന്റെ അച്ഛനോട് സഹായം ചോദിച്ചിരുന്നു. അത് അദ്ദേഹം എന്റെ പുസ്തകങ്ങൾ കാണുമ്പോഴേ ദേഷ്യപ്പെടും. അച്ഛൻ ഒരുപാട് കടമൊക്കെ ഉണ്ടെന്നാ അമ്മ പറയുന്നേ. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ഒട്ടും ശരിയല്ല. അദ്ദേഹം എന്നോട് നന്നായി സംസാരിക്കാറ് പോലുമില്ല. നിനക്കെങ്കിൽ ഇത് 2 ദിവസം മുമ്പ് എന്നോട് പറയാമായിരുന്നില്ലേ? ഞാൻ നിന്നെ സഹായിച്ചേനെയല്ലോ. നാളെ ഉപന്യാസങ്ങൾ അധ്യാപകന് സമർപ്പിക്കണ്ടേ? ആ സമയത്ത് ഒരു വെള്ള ബസ് അവിടെ വന്നു നിന്നു. അധ്യാപകനായ അബ്ദുള്ള ബസ്സിൽ നിന്നിറങ്ങി. പർവീസും അമീനും ഉടൻ തന്നെ അദ്ദേഹത്തിനടുത്തേക്ക് ഓടിച്ചെന്നു. അമീന്റെ അച്ഛനും അധ്യാപകനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വളരെ നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങളുടെ ഗ്രാമത്തിലെ സ്കൂളിൽ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അധ്യാപകരൊക്കെ വാരാന്ത്യത്തിന് മുമ്പ് തന്നെ വഴി വളരെ ദൂരെയാണെന്ന് പറഞ്ഞ് നേരത്തെ പോകും. തിരിച്ചു വരുമ്പോഴോ ഏറെ വൈകിയാ വരാറുമുള്ളത്. അവരൊക്കെ എപ്പോഴും ഈ വാരാന്ത്യമാകാൻ കാത്തിരിക്കുന്ന പോലെ തോന്നുമായിരുന്നു. അവർക്കൊന്നും അവരുടെ ജോലിയിൽ ഒട്ടും സത്യസന്ധത ഉണ്ടായിരുന്നുമില്ല. അത് കേട്ടതും അധ്യാപകൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്കെങ്കിൽ പോയാലോ? അവരെല്ലാവരും ഒരുമിച്ച് ഗ്രാമത്തിലേക്ക് നീങ്ങി. അടുത്ത ദിവസം രാവിലെ പർവീസ് സ്കൂളിൽ പോകാൻ വീട്ടിൽ നിന്നും ഇറങ്ങി. അവൻ ആദ്യം അമീന്റെ വീട്ടിൽ ചെന്ന് അവനെ വിളിച്ചു. പിന്നീട് അവർ ഒരുമിച്ച് സ്കൂളിലേക്ക് നടന്നു. അടുത്ത വർഷം അച്ഛൻ തന്നെ സ്കൂളിൽ അയക്കില്ലെന്ന് പർവീസ് അമീനോട് പറഞ്ഞു. എഴുതാനും വായിക്കാനും അറിഞ്ഞാ മതിയെന്ന അച്ഛൻ പറയുന്നത് അവൻ കൂട്ടിച്ചേർത്തു. അമീൻ ചോദിച്ചു, ഇതിനെക്കുറിച്ച് നിന്റെ അച്ഛനോട് സംസാരിക്കാൻ ഞാൻ നമ്മുടെ ടീച്ചറോട് പറയണോ? ഏയ് വേണ്ട, അത് അച്ഛന് കൂടുതൽ ദേഷ്യമുണ്ടാക്കുകയേ ഉള്ളൂ. നീ നിന്റെ ഉപന്യാസം എഴുതിയോ? ഇല്ലടാ, ഞാൻ എഴുതിയിട്ടില്ല. എനിക്കൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. പർവീസ് പറഞ്ഞു. നീ നിന്റേത് എഴുതിയോ? അവൻ തിരികെ ചോദിച്ചു. അമീൻ
മറുപടി നൽകി. ഉവ്വടാ, ഞാൻ എഴുതിയിട്ടുണ്ട്, എന്റെ ബാഗിലുണ്ട് അത്. പെട്ടെന്നായിരുന്നു അമീന്റെ അമ്മായിമാരിലൊരാൾ പിന്നിൽ വന്നവനെ ഉറക്ക വിളിച്ചത്. എന്തുപറ്റി? അമീൻ തിരികെ വിളിച്ചു ചോദിച്ചു. അമ്മായി പറഞ്ഞു, നിന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, വേഗം വീട്ടിലേക്ക് വരൂ. അമീൻ തന്റെ ബാഗ് പർവീസിനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കിനി ഇന്ന് സ്കൂളിൽ വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ദയവായി നീ എന്റെ ഉപന്യാസം എനിക്ക് വേണ്ടി അധ്യാപകന്റെ കയ്യിൽ കൊടുക്കണം. തുടർന്ന് അമീൻ തന്റെ അമ്മായിക്കൊപ്പം വീട്ടിലേക്ക് ഓടി. പർവീസ് അല്പനേരം നിശബ്ദനായി അവിടെ നിന്നു. പർവീസ് പിന്നീട് സ്കൂളിൽ എത്തിച്ചേർന്നിരുന്നു. അവൻ തന്റെ ക്ലാസ് മുറിയിൽ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുകയാണ്. തുടർന്നവൻ അമീന്റെ ബാഗിൽ നിന്ന് അമീന്റെ ഉപന്യാസം എടുത്തു. തന്റെ ബാഗിൽ നിന്ന് ഒരു എറേസറും പെൻസിലും എടുത്ത ശേഷം അവൻ നോട്ട്ബുക്കിൽ നിന്ന് അമീന്റെ പേര് മാച്ചു കളഞ്ഞു. അപ്പോൾ തന്നെ പർവീസിന്റെ കൂട്ടുകാരിലൊരാൾ അവനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ എന്താ ഫുട്ബോൾ കളിക്കാൻ വരാത്തത്? പർവീസ് പറഞ്ഞു, ഞാൻ ഇന്ന് കളിക്കുന്നില്ലടാ, എന്റെ കാല് വേദനിക്കുന്നു. പർവീസ് അമീന്റെ നോട്ട്ബുക്കിൽ ഒരു പുതിയ പേപ്പർ ഒട്ടിച്ച് അതിൽ സ്വന്തം പേരെഴുതി. മറുവശത്ത് അമീന്റെ അമ്മയുടെ അവസ്ഥ വളരെ മോശമാവുകയും അവരെ ആംബുലൻസിൽ നഗരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അമീന്റെ അച്ഛൻ ആ സമയം ദൈവത്തെ ആവർത്തിച്ചു വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പർവീസിന്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ കുഞ്ഞമീനാകട്ടെ വേദനയോടെ അവിടെ നോക്കി നിന്നതേയുള്ളൂ. തുടർന്ന് അവന്റെ നോട്ടം അല്പം ദൂരേക്ക് മാറി. പർവീസ് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. പർവീസ് അമീന്റെ ബാഗ് ഒരു കമ്പിവേലിയിൽ തൂക്കിയിട്ട് ഓടിപ്പോയി. അവൻ അമീന്റെ അടുത്തേക്ക് ചെല്ലാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അടുത്ത രംഗത്തിൽ കുന്നിൻ മുകളിലെ ഒത്തുചേരുന്ന ഇടത്ത് പർവീസ് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവിടെ അവർ ചില പ്രചോദനാത്മകമായ വചനങ്ങൾ തൂക്കിയിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് കരുത്ത് മനുഷ്യനെ സത്യസന്ധനാക്കുന്നു എന്നായിരുന്നു. അടുത്തതാകട്ടെ ഭാവിയിലെ മഹാന്മാർ സത്യസന്ധരായിരിക്കുമെന്നും. പർവീസ് കനത്ത ഹൃദയത്തോടെ അവിടെ നിന്നു. കാരണം അവനിന്ന് ചെയ്തത് അതിനെല്ലാം വിപരീതമായ കാര്യങ്ങളാണ്. അടുത്ത ദിവസം സ്കൂളിലൊരു കുട്ടി എല്ലാവരുടെയും മുന്നിൽ ചില വരികൾ വായിക്കുകയാണ്. ആ വരികൾ ഇങ്ങനായിരുന്നു: ഈ ലോകത്തിൽ സത്യസന്ധതയേക്കാൾ മികച്ചതായി മറ്റൊന്നുമില്ല. അസത്യമായ പ്രവൃത്തികൾ ഒരു വ്യക്തിയെ ദുർബലനാക്കും. സമൂഹമോ ജനങ്ങളോ അസത്യവാദികളായ വ്യക്തികളെ ഇഷ്ടപ്പെടുന്നതേയില്ല. സത്യമൊരിക്കലും പരാജയപ്പെടില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ തന്നെ കള്ളങ്ങളാണ്. കള്ളങ്ങൾ ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളെപ്പോഴും സത്യസന്ധമായി പ്രവർത്തിക്കണം. ആ കുട്ടി ഈ വരികൾ വായിക്കുമ്പോ പർവീസ് തലകുനിച്ചിരുന്നിരുന്നു. വായന കഴിഞ്ഞപ്പോ അധ്യാപകൻ ആ കുട്ടിയെ പ്രശംസിച്ചു. അന്ന് വൈകുന്നേരം അമീൻ പർവീസിന്റെ വീട്ടിലെത്തി. പർവീസ് തന്റെ മുറിയിൽ നിന്ന് നിശബ്ദനായി പുറത്തു വന്നു. അമീൻ തന്റെ കുതിരയെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമീൻ പർവീസിനോട് പറഞ്ഞു, ഇന്ന് നീ എന്റെ ഉപന്യാസം അധ്യാപകന് സമർപ്പിച്ചില്ലേ? ഉപന്യാസം എഴുതുമ്പോ എനിക്ക് കഴിയുന്നത്ര ഞാൻ പഠിക്കുമെന്ന് ഞാൻ എന്റെ അമ്മയ്ക്ക് വാഗ്ദാനം നൽകിയിരുന്നു. ഞാൻ നന്നായി പഠിച്ച് ഒരു യഥാർത്ഥ എഞ്ചിനീയർ ആകും. ഞാൻ ഉമ്മയ്ക്ക് അത് പ്രോമിസ് ചെയ്തു കൊടുത്തതാ. പർവീസ് മിണ്ടാതിരുന്നു. പിന്നീട് പെട്ടെന്ന് പറഞ്ഞു, അമീൻ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇന്നലെ വളരെ മോശമായൊരു കാര്യം ചെയ്തു. അമീൻ ചോദിച്ചു, നീ എന്താ ചെയ്തത്? പർവീസ് പലതവണ താൻ ചെയ്ത പ്രവൃത്തിയെപ്പറ്റി അമീനോട് പറയാൻ ശ്രമിച്ചു. പക്ഷെ അത് പറയാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവൻ അമീനോട് പറഞ്ഞു, ഞാനത് പിന്നീട് പറയാടാ. അടുത്ത ദിവസം രാവിലെ പർവീസിന്റെ അമ്മ പർവീസിന്റെ അച്ഛനോട് പറയുകയായിരുന്നു, നിങ്ങൾ പർവീസിനെ ഇങ്ങനെ വഴക്ക് പറയരുത്. അവൻ നിങ്ങളിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പർവീസിന്റെ അച്ഛൻ പക്ഷേ അതിനോട് പ്രതികരിച്ചില്ല. അദ്ദേഹം കുറച്ചു കഴിഞ്ഞ് ഭാര്യയോട് പറഞ്ഞു, ഞാൻ നാളെ പർവീസിനെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. നീ നിന്റെ കുഞ്ഞുമായി നിന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് നിൽക്കാൻ പൊക്കോളൂ. പർവീസിന്റെ അമ്മ പറഞ്ഞു, പർവീസിന് പഠിക്കാനുള്ളത് അവനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകരുത്. പക്ഷെ അച്ഛൻ മറുപടി നൽകി, ഞങ്ങൾ ഈ സുഖമായ കഴുകനെ അവിടെ തുറന്നു വിട്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നേ. ഈ പക്ഷികൾ ആകാശത്തിന്റെ ഭംഗിയാണ്. പക്ഷേ കള്ളക്കടത്തുകാർക്കാകട്ടെ പക്ഷികളെ തങ്ങളുടെ കൂട്ടിലടച്ചിടാനാ ആഗ്രഹം. ഏറ്റവും വലിയ ക്രൂരത. അത് കേട്ടതും പർവീസിന്റെ അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് ഈ കാടിനെയും പക്ഷികളെയും കുറിച്ചൊക്കെ വലിയ ആശങ്കയാ. പക്ഷെ വനം വകുപ്പാകട്ടെ നിങ്ങളുടെ ശമ്പളവും കൂട്ടുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി ഒന്നും നൽകുന്നുമില്ല. അത് കേട്ടതും പർവീസിന്റെ അച്ഛൻ പറഞ്ഞു, ഇതൊക്കെ ദൈവത്തിന്റെ സൃഷ്ടികളാ. ഇവയെ പരിപാലിക്കുന്നതിന് എനിക്ക് പണത്തിന്റെ ആവശ്യം പോലുമില്ല. അത് കേട്ടൊന്നും മിണ്ടാതെ പർവീസിന്റെ അമ്മ അവിടുന്ന് പോയി. ഇതേ സമയം മറുവശത്ത് പർവീസാകട്ടെ അമീനായി ഒരു കത്തെഴുതാൻ ശ്രമിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട അമീൻ, എനിക്ക് വലിയൊരു തെറ്റുപറ്റി. ഞാൻ നിന്റെ ഉപന്യാസത്തിൽ നിന്റെ പേര് മായ്ച്ച് പകരം എന്റെ പേരെഴുതി അതെന്റേതാണെന്ന് പറഞ്ഞ് അധ്യാപകന് കൊടുത്തു. ദയവായി എന്നോട് ക്ഷമിക്കൂ. നിന്നോട് ക്ഷമ ചോദിക്കാൻ എനിക്ക് വല്ലാത്ത നാണക്കേട് തോന്നുകയാണ്. പർവീസ് അത് ആവർത്തിച്ചെഴുതുകയും പേപ്പറുകൾ കീറിക്കളയുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എഴുത്ത് വരുന്നില്ലെന്ന് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവന്റെ അച്ഛൻ അകത്തേക്ക് വരുന്നത്. കീറിയ പേപ്പറുകൾ എല്ലാം കണ്ട് അദ്ദേഹം പർവീസിനെ വഴക്ക് പറഞ്ഞു. പേപ്പർ ചുരുട്ടിക്കൂട്ടരുതെന്ന് ഞാൻ നിന്നോട് 1000 വട്ടം പറഞ്ഞിട്ടില്ലേ? പേനയ്ക്ക് പകരം നീ പെൻസിൽ ഉപയോഗിക്ക്. അപ്പോ നിങ്ങൾക്ക് പേപ്പറുകൾ വീണ്ടും ഉപയോഗിക്കാം. ഈ പേപ്പറിനു വേണ്ടി
വേണ്ടി എത്ര മരങ്ങളാ വെട്ടിമാറ്റുന്നതെന്ന് നിനക്കറിയില്ലേ? പർവീസ് ഒന്നും മിണ്ടിയില്ല. തുടർന്ന് അച്ഛൻ അവനോട് പറഞ്ഞു, നാളെ നീ സ്കൂളിൽ നിന്ന് വരുമ്പോ നമുക്കൊരുമിച്ച് കാട്ടിലേക്ക് പോകാം. പക്ഷേ ഉടൻ അച്ഛൻ തടസ്സപ്പെടുത്തി. ഒരു പക്ഷേയുമില്ല, ഞാൻ പറഞ്ഞത് അവസാന വാക്കാണ്. ഇനി നീ എന്താ പഠിക്കുന്നതെന്ന് വെച്ചാ പഠിച്ചോ. അദ്ദേഹം മകന്റെ തലയിൽ തലോടി അവിടുന്ന് പോയി. പർവീസ് അല്പനേരം വിഷമത്തോടെ നിശബ്ദനായിട്ടിരുന്നു. തുടർന്നവൻ വീണ്ടും കത്തെഴുതാൻ തുടങ്ങി. പിന്നീട് പർവീസ് സ്കൂളിൽ പോയി. കുട്ടികൾ സ്കൂളിന് മുമ്പിൽ ഫുട്ബോൾ കളിക്കുകയാണ്. എന്നാൽ പർവീസ് നേരെ നോട്ടീസ് ബോർഡിന്റെ അടുത്തേക്ക് ചെന്നു. അമീന എഴുതിയ കത്ത് പോക്കറ്റിൽ നിന്നെടുത്ത നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചു. പിന്നീട് ഒരു നിമിഷത്തെ മടിക്കു ശേഷം അവൻ ആ കത്ത് തിരികെ എടുത്ത് അവിടുന്ന് പോയി. മറുവശത്ത് അമീനാകട്ടെ കടുത്ത പനി ബാധിച്ച് വിശ്രമത്തിലായിരുന്നു. അവൻ കുറച്ചു ദിവസമായി സ്കൂളിൽ വന്നിട്ടില്ല. അവൻ മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. അടുത്ത ദിവസം പർവീസിന്റെ അച്ഛൻ തയ്യാറായി പർവീസിനെ വിളിച്ചു. പർവീസിന്റെ അമ്മ അങ്ങോട്ടേക്ക് വന്നു. പർവീസിന്റെ അച്ഛൻ അമ്മയോടായി പറഞ്ഞു, വിഷമിക്കണ്ട, പർവീസ് ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ കാട്ടിലേക്ക് വരുന്നേ, അവൻ മുമ്പും അവിടെ പോയിട്ടുള്ളതാ. അമ്മ പറഞ്ഞു, എനിക്കിപ്പോഴും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു പോകുന്ന കാര്യമോർത്ത് വല്ലാതെ ആശങ്കയുണ്ട്. ആ സമയം പർവീസ് അവിടെ എത്തി. അവനും തന്റെ അനിയത്തിയൊന്ന് കൊഞ്ചിച്ച ശേഷം അച്ഛന്റെ ബൈക്കിൽ കയറി. ബൈക്ക് കാട്ടിലെ മൺവഴിയിലൂടെ സഞ്ചരിച്ച് ഫോറസ്റ്റ് റേഞ്ചറുടെ ഓഫീസിന് മുന്നിൽ വന്നു നിന്നു. പർവീസ് അച്ഛനായി പുറത്ത് കുറച്ചുനേരം കാത്തുനിന്നു. കുറച്ചു സമയം കഴിഞ്ഞതും ഓഫീസിൽ പോയി അച്ഛൻ മടങ്ങിയെത്തി. ദൂരെ നിന്ന് തന്റെ മകൻ ചിന്താക്കുഴപ്പത്തിലിരിക്കുന്നത് അദ്ദേഹം കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം അവന്റെ അരികിലേക്ക് വന്നു ചോദിച്ചു, മോനെ, നിനക്ക് എന്തു പറ്റിയടാ? പർവീസ് ഒന്നും മിണ്ടാതിരുന്നു. അച്ഛൻ പറഞ്ഞു, നീ കുറച്ചു ദിവസങ്ങളായി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് നിന്റെ അധ്യാപകൻ പറഞ്ഞിരുന്നു. നിന്നെ എന്തെങ്കിലും അലട്ടുന്നുണ്ടെങ്കിൽ നിനക്ക് യാതൊരു മടിയുമില്ലാതെ അതെന്നോട് പറയാം. പർവീസ് അച്ഛനോട് ചോദിച്ചു, ഞാനൊരു കാര്യം പറയട്ടെ? പറയടാ. അച്ഛനൊരു നല്ല കൂട്ടുകാരനുണ്ടായിരുന്നു, ബെസ്റ്റ് ഫ്രണ്ട്. അച്ഛനൊരു ദീർഘനിശ്വാസം എടുത്ത് പറഞ്ഞു, എനിക്ക് ഒരാളുണ്ടായിരുന്നു. അവന്റെ പേര് ഇബ്രാഹിം എന്നായിരുന്നു. വളരെക്കാലം മുമ്പ് കാട്ടിലെ കൊള്ളക്കാർ അവനെ കൊന്നുകളഞ്ഞു. പർവീസ് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും എപ്പോഴെങ്കിലും വഴക്കിട്ടിട്ടുണ്ടോ? അച്ഛൻ പറഞ്ഞു, പിന്നല്ലാതെ, എത്രയോ തവണ. അച്ഛൻ എങ്ങനെയാ അപ്പൊ അവന്റെ അടുക്കലുള്ള പിണക്കം മാറ്റിയത്? എന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഞാനൊരു ആണിനെ പോലെ അവനോട് ക്ഷമ ചോദിക്കും. അതിനുശേഷം ഒക്കെ ശരിയാകും. അച്ഛൻ പിന്നീട് മകനോട് ചോദിച്ചു, നീ നിന്റെ ഏതെങ്കിലും കൂട്ടുകാരനുമായി വഴക്കിട്ടോ? പർവീസ് മിണ്ടാതിരുന്നു. മറുവശത്താകട്ടെ ചികിത്സയൊക്കെ കഴിഞ്ഞ് അമീന്റെ അമ്മയെ നഗരത്തിൽ നിന്ന് തിരികെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അവർക്കിപ്പോൾ വളരെയധികം ഭേദമായിട്ടുണ്ട്. കാട്ടിലായിരുന്ന പർവീസ് അച്ഛനോടൊപ്പം നിബിഡ വനത്തിലേക്ക് പ്രവേശിച്ചു. പക്ഷികളുടെയും മാനുകളുടെയും വല്ലപ്പോഴുമുള്ള ശബ്ദങ്ങളല്ലാതെ കാട് തികച്ചും ശാന്തമാണ്. പർവീസിന്റെ അച്ഛൻ ഒരു സ്ഥലത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ദാ നോക്ക്, ഇത് മാനിന്റെ കാൽപ്പാടുകളാണ്. നമ്മൾ വരുന്നതിന് തൊട്ടുമുമ്പ് ഒരു മാൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വരുന്ന ശബ്ദം കേട്ടിയുടൻ അതിവിടെ ഓടിപ്പോയിട്ടുണ്ട്. പർവീസിന് വലിയ ജിജ്ഞാസ തോന്നി. തുടർന്ന് അച്ഛൻ തന്റെ കൈകൾക്കിടയിൽ ഒരില വെച്ച് മാനിന്റെ ശബ്ദമുണ്ടാക്കി. കാടിന്റെ മറുഭാഗത്തു നിന്ന് ഒരു യഥാർത്ഥ മാൻ അതിന് മറുപടി നൽകുന്നുണ്ടായിരുന്നു. അച്ഛൻ വീണ്ടും ആ ശബ്ദം ആവർത്തിച്ചു. വീണ്ടും മാൻ പ്രതികരിച്ചു. പർവീസിന് ഇതൊക്കെ കണ്ട് വലിയ അത്ഭുതം തോന്നി. അച്ഛൻ അവന് ബൈനോക്കുലർ നൽകിക്കൊണ്ട് ഒരു ദിശയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, മാൻ താണ്ടെ ആ വഴിക്കാ പോയത്, സൂക്ഷിച്ചു നോക്കിയാൽ നിനക്കതിനെ കാണാം. പർവീസ് ബൈനോക്കുലറിലൂടെ നോക്കി മാനിനെ കണ്ടു. പിന്നീട് അവൻ ആകാശത്തേക്ക് നോക്കി പക്ഷികളെ നിരീക്ഷിക്കാൻ ആരംഭിച്ചു. എല്ലാത്തിലും അവൻ വല്ലാതെ ആകൃഷ്ടനാകുന്നുണ്ടായിരുന്നു. പർവീസിന്റെ അച്ഛൻ അല്പം മുന്നോട്ട് നീങ്ങി അവനെ വിളിച്ചു. പർവീസ് അച്ഛനോട് ചോദിച്ചു, എന്തുകൊണ്ടാ അച്ഛനിതൊന്നും എനിക്ക് മുമ്പ് കാണിച്ചു തരാതിരുന്നേ? നേരത്തെ ഇതൊക്കെ കാണിച്ചു തന്നിരുന്നേ, എനിക്കിതേക്കുറിച്ച് ഉപന്യാസം എഴുതാമായിരുന്നു. അച്ഛൻ മറുപടി നൽകി, ഇതൊന്നും ഒന്നുമല്ല, നീ ഇപ്പോഴും ഒന്നും കണ്ടിട്ടില്ല. നമ്മള് കാടിന്റെ അകത്തേക്ക് പോകുമ്പോ കരടികളുടെയും പുള്ളിപ്പുലികളുടെയും കാൽപ്പാടുകൾ വരെ നിനക്ക് കാണാം. വന്നേ, നമുക്ക് കുറച്ച് ജോലികളുണ്ട്. പിതാവ് അവനുമായി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. അടുത്ത ദിവസം പർവീസ് അവരുടെ ബാൽക്കണിയിൽ വിഷാദഭാവത്തിലിരിക്കുകയാണ്. അവന്റെ അമ്മ കുറച്ച് അധിക പണം സമ്പാദിക്കുന്നതിന് ഒരു മരത്തിന്റെ നൂൽനൂൽപ്പ് യന്ത്രത്തിൽ നൂൽ നൂൽക്കുകയായിരുന്നു. അച്ഛൻ തന്റെ പഴയ മോട്ടോർ സൈക്കിൾ നന്നാക്കുന്ന തിരക്കിലും എപ്പോഴും കേടാകുന്ന മോട്ടോർ സൈക്കിൾ കാരണം അദ്ദേഹം വളരെ നിരാശനാണ്. അദ്ദേഹം തന്റെ ഭാര്യയോട് പറഞ്ഞു, ദൈവം സഹായിച്ച ഇത് വിറ്റ് ഞാനൊരു പിക്കറ്റ് വാൻ വാങ്ങും. ഭാര്യ ചോദിച്ചു, ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കെന്തിനൊരു പിക്കപ്പ് വാൻ? ഇന്ന് 2 വേട്ടക്കാർ എന്റെ അടുത്ത് വന്നിരുന്നു. അവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരുന്ന അവർ എനിക്ക് വലിയൊരു തുക തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ പണം കൊണ്ടൊരു പിക്കപ്പ് വാങ്ങാനാണോ നിങ്ങളുടെ ഭാവം? നിനക്ക് നന്നായിട്ടറിയാലോ, ഞാൻ ഒരിക്കലും അവിഹിത മാർഗത്തിലൂടെ പണം സമ്പാദിക്കില്ല. പർവീസിന്റെ അമ്മ എഴുന്നേറ്റ് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. ആ, എനിക്കത് നന്നായിട്ടറിയാം. അടുത്ത ദിവസം സ്കൂളിൽ അസംബ്ലി കൂടി. സ്കൂൾ അസംബ്ലിയിൽ അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾക്കായി എന്റെ പക്കൽ നല്ല 2 ന്യൂസുകളുണ്ട്.
ആദ്യത്തേത്, നമ്മുടെ സ്കൂളിന് ഗവൺമെന്റിൽ നിന്ന് നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പോകുന്നു. അതിൽ നോട്ട്ബുക്കും പേനയും മൈക്രോസ്കോപ്പും കൂടാതെ ഒരുപാട് ഫുട്ബോളുകളും ഉണ്ടാകും. കുട്ടികൾ അത് കേട്ട് ആവേശത്തോടെ ആർത്തു വിളിച്ചു, കൈയടിച്ചു. അധ്യാപകൻ തുടർന്നു, രണ്ടാമത്തെ ന്യൂസ് ഇതിലും മികച്ചതാണ്. നമ്മുടെ ഉപന്യാസ മത്സരത്തിലെ ഒരു ഉപന്യാസം ജില്ലാതലത്തിൽ അവാർഡിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾ വീണ്ടും ആർത്തു വിളിച്ചു. അധ്യാപകൻ ചോദിച്ചു, ആരായി ഈ ഉപന്യാസം എഴുതിയെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഓരോ കുട്ടിയും വ്യത്യസ്ത പേരുകൾ വിളിച്ചു പറയാൻ തുടങ്ങി. അധ്യാപകൻ അവരെ ശാന്തരാക്കിക്കൊണ്ട് പറഞ്ഞു, പർവീസാണ് ഈ ഉപന്യാസം എഴുതിയത്. കുട്ടികൾ അതീവ സന്തുഷ്ടരായി. എന്നാൽ പർവീസിന് വലിയ നാണക്കേട് തോന്നി. അവൻ തലതാഴ്ത്തി പിടിച്ചു. അന്ന് വൈകുന്നേരം പർവീസ് തന്റെ കുടുംബത്തോടൊപ്പം അത്താഴം കഴിക്കാനിരുന്നു. പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു, മത്സരത്തിനായി നീ നഗരത്തിൽ പോകുന്നുണ്ടെന്ന് കേട്ടല്ലോ. പർവീസ് സാധാരണ രീതിയിൽ മറുപടി നൽകി, ഉണ്ട്, ഞാനൊരു ഉപന്യാസം എഴുതിയിരുന്നു. അച്ഛൻ പറഞ്ഞു, നീ എന്നെപ്പോലെ തന്നെയാ? അമ്മ അതിനിടയിൽ കയറി പറഞ്ഞു, അല്ല, എന്റെ മകൻ എന്നെപ്പോലെയാ. പർവീസിന്റെ അച്ഛൻ അവനോടായി പറഞ്ഞു, നോക്കട മോനെ, നമ്മൾ പുരുഷന്മാർ നമ്മുടെ പ്രവൃത്തിയിലൂടെയാ ഒക്കെ തെളിയിക്കേണ്ടത്. അപ്പോഴാണ് പുറത്താരോ നിലവിളിക്കുന്നത് അവർ കേട്ടത്. അവർ പുറത്തേക്ക് ഓടിച്ചെല്ലുമ്പോ അമീന്റെ അമ്മായി പർവീസിന്റെ മാതാപിതാക്കളെ വിളിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, അമീൻ ഉച്ചയ്ക്ക് പോയതാ, അവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവൻ എവിടെയാണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ? പർവീസ് അച്ഛനോട് പറഞ്ഞു, എനിക്കൊരു ടോർച്ച് താ, അമീൻ എവിടെയുണ്ടാകുമെന്ന് എനിക്കറിയാം. അച്ഛൻ പറഞ്ഞു, ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട്. ഇതേ സമയം അമീൻ കുന്നിൻ മുകളിലെ അവരുടെ പതിവ് ഒത്തുചേരൽ സ്ഥലത്ത് നിശബ്ദമായി നിൽക്കുകയായിരുന്നു. വൈകാതെ എല്ലാവരും അവിടേക്കെത്തി. അമീന്റെ അച്ഛൻ അവനെ വഴക്ക് പറഞ്ഞു, നിന്റെ അമ്മയ്ക്കാണെ സുഖമില്ല, നീ എന്തിനാ അവരെ കൂടുതൽ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? പർവീസിന്റെ അച്ഛൻ സാഹചര്യം ശാന്തമാക്കി അമീനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോന്നു. അന്ന് രാത്രി വൈകി പർവീസ് ഹോംവർക്ക് ചെയ്യുമ്പോ അമ്മ വന്ന് പറഞ്ഞു, നാളെ നീയും അമീനും വിറക് ശേഖരിക്കാൻ അച്ഛനൊപ്പം കാട്ടിലേക്ക് പോണം. പർവീസ് തിരികെ ചോദിച്ചു, പക്ഷെ അച്ഛന് മരങ്ങൾ വെട്ടുന്നത് ഇഷ്ടമല്ലല്ലോ. അമ്മ പറഞ്ഞു, നിന്റെ അച്ഛൻ മരങ്ങൾ വെട്ടിയെടുക്കില്ല, താഴെ വീഴുന്ന ഉണങ്ങിയ വിറക് മാത്രമേ കൊണ്ടുവരൂ. ആവശ്യത്തിൽ കൂടുതലും അദ്ദേഹം ഒരിക്കലും എടുക്കില്ല. അടുത്ത ദിവസം രാവിലെ പർവീസും അമീനും പർവീസിന്റെ അച്ഛനൊപ്പം കാടിന്റെ ഉള്ളിലേക്ക് പോയി. അമീൻ ആദ്യമായിട്ടായിരുന്നു ഉൾക്കാട്ടിൽ വരുന്നത്. ഒരിടത്ത് വെച്ച് ആ രണ്ടു കൂട്ടുകാരും വിശ്രമിക്കാനിരുന്നു. അമീൻ പറഞ്ഞു, നമ്മുടെ സ്കൂളിലെ എല്ലാ കൂട്ടുകാരെയും ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഈ കാടിന്റെ ഭംഗിയൊക്കെ കാണാമായിരുന്നു. പർവീസ് മറുപടി നൽകി, ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാ. ഞാൻ എന്റെ അച്ഛനോട് അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് അനുമതി വേണമെന്നും അതിനായി അപേക്ഷ വെക്കണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞത്. പെട്ടെന്ന് പർവീസ് അമീനോട് ചോദിച്ചു, നീ സ്കൂളിൽ ഉപന്യാസം എഴുതിയില്ലേ? അത് ഏത് വിഷയത്തെക്കുറിച്ചായിരുന്നു? അമീൻ പറഞ്ഞു, ഈ കാടിനെയും കൃഷിയെയും കുറിച്ചാണ് എഴുതിയത്. നിന്റെ ഉപന്യാസത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞേ, എനിക്കതിനെക്കുറിച്ച് അറിയാൻ ജിജ്ഞാസയുണ്ട്. അമീൻ വിശദീകരിച്ചു, നമ്മുടെ ഗ്രാമത്തിലെ ആളുകളുടെ പ്രധാന തൊഴിൽ കൃഷിയാണ്. നമുക്ക് കൃഷി ചെയ്യാൻ ഫലഭൂയിഷ്ടമായ നിലമുണ്ട്. എന്നാൽ ഈ കാട് കാരണം കൃഷിഭൂമിയുടെ അളവ് വളരെയധികം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ആളുകൾ ഈ മരങ്ങളൊക്കെ വെട്ടിമാറ്റുന്നത്. കാട് നശിപ്പിക്കാതെ നമുക്കെങ്ങനെ കൃഷി ചെയ്യാം എന്നാണ് ഞാൻ എന്റെ ഉപന്യാസത്തിൽ എഴുതിയത്. ഈ പ്രായോഗിക അറിവ് എനിക്ക് എന്റെ അച്ഛനിൽ നിന്നാ ലഭിച്ചത്. പർവീസിന്റെ അച്ഛൻ പിന്നീട് കുട്ടികൾക്കൊരു കാട്ടുപോത്തിന്റെ ശബ്ദം കേൾപ്പിച്ചു കൊടുത്തു. അമീൻ ആവേശഭരിതനായി പർവീസിനോട് പറഞ്ഞു, നിന്റെ അച്ഛന്റെ ജോലി വളരെയധികം ഹോണറബിളായ ഒന്നാണ്. നീ നിന്റെ അച്ഛന്റെ ജോലിയെക്കുറിച്ചായിരിക്കുമല്ലേ ഉപന്യാസം എഴുതിയിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും നിനക്ക് സമ്മാനം ലഭിക്കാൻ പോകുന്നതും. പർവീസ് നിശബ്ദനായിട്ടിരുന്നു. അങ്ങനെ ഒടുവിൽ പർവീസ് നഗരത്തിലേക്ക് അവാർഡ് വാങ്ങാൻ പോകുന്ന ദിവസം എത്തി. അവന്റെ മാതാപിതാക്കളും അമീൻ ഉൾപ്പെടെയുള്ള കൂട്ടുകാരും അവനെ യാത്രയാക്കാൻ വന്നു. പർവീസിന്റെ അച്ഛൻ അവന് കുറച്ച് പണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് സൂക്ഷിച്ചു വെച്ചോ, നിനക്ക് ആവശ്യം വരും. നീ ആദ്യമായിട്ടല്ലേ ഞങ്ങളെ വിട്ട് ദൂരേക്ക് പോകുന്നേ. ഞാൻ നിന്റെ പ്രായമായിരുന്നപ്പോ ഗുസ്തി മത്സരങ്ങൾക്കായി അവർ എന്നെ മറ്റൊരു പ്രവിശ്യയിലേക്ക് കൊണ്ടുപോയിരുന്നു. എന്റെ അച്ഛൻ എന്റെ ഷൂസിന്റെ വള്ളി മുറുക്കി കെട്ടി തന്നിട്ട് പറഞ്ഞു, എന്റെ കണ്ണുകളിലേക്ക് നോക്കി നീ ഉറപ്പുതാ, നിന്നെക്കുറിച്ചോർത്ത് അഭിമാനിക്കാൻ നീ എനിക്കൊരു അവസരം നൽകുമെന്ന്. എന്തായാലും സുരക്ഷിതമായി യാത്ര ചെയ്യൂ. അദ്ദേഹം മകനെ യാത്രയാക്കി. കാട് നിറഞ്ഞ പച്ചപ്പ് നിറഞ്ഞ ആ ഗ്രാമത്തിലൂടെ നഗരത്തിലേക്ക് വണ്ടി നീങ്ങാൻ തുടങ്ങി. അതിനിടയിൽ അമീൻ പർവീസിന്റെ അച്ഛന്റെ അരികിലിരുന്ന് അദ്ദേഹം ജോലി ചെയ്യുന്നത് നോക്കിക്കണ്ടു. പെട്ടെന്ന് അമീൻ ചോദിച്ചു, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്ക്, പർവീസിന്റെ അച്ഛൻ പറഞ്ഞു. പർവീസ് പഠനം തുടരുന്നത് നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമല്ലേ? പർവീസിന്റെ അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പർവീസ് നിന്നോട് അങ്ങനെ പറഞ്ഞോ? ഞാൻ നിന്റെ പ്രായമായിരുന്നപ്പോ എനിക്കൊരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവയിൽ പലതിലും
എത്തിച്ചേരാൻ എനിക്ക് സാധിച്ചതേയില്ല. പക്ഷേ പർവീസ് അവന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പർവീസ് ഒരുപാട് പഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു കൂട്ടുകാരും ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ കൈവരിക്കണം എന്നാ എന്റെ ആഗ്രഹം. തന്റെ മകൻ തന്നെക്കുറിച്ച് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ വെച്ചു പുലർത്തുന്നതോർത്ത് പർവീസിന്റെ അച്ഛനൊരു ദീർഘശ്വാസം എടുത്തു. തുടർന്ന് അദ്ദേഹം തന്റെ ഫോൺ പുറത്തെടുത്ത് അമീനോട് പറഞ്ഞു, അധ്യാപകനെ വിളിച്ച് അവർ സുരക്ഷിതമായി നഗരത്തിലെത്തിയോ എന്ന് ചോദിക്കൂ. ആ പിതാവിന്റെ സ്നേഹം പ്രകടമാകുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം എത്തി. അവാർഡ്ദാന ചടങ്ങിനായി വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവർക്ക് വിവിധ വിഭാഗങ്ങളിലായി അവാർഡുകൾ നൽകി വരികയാണ്. അധ്യാപകൻ കുട്ടികളുടെ പേരുകൾ വിളിച്ചുകൊണ്ടിരുന്നു. ഓരോരുത്തരും അവാർഡ് വാങ്ങാൻ മുകളിലേക്ക് പോകുമ്പോൾ എല്ലാവരും കൈയടിച്ചു. അവാർഡ്ദാന ചടങ്ങ് ആ രീതിയിൽ തുടർന്നു വന്നു. ഒടുവിൽ പർവീസിന്റെ പേരും വിളിക്കപ്പെട്ടു. അവൻ ഉപന്യാസ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നു. അവാർഡ് വാങ്ങാൻ അധ്യാപകർ അവനെ വേദിയിലേക്ക് ക്ഷണിച്ചു. അവാർഡ് വാങ്ങിയ ശേഷം അധ്യാപകൻ അവനോട് പറഞ്ഞു, ഞങ്ങളോടൊപ്പം ഇവിടെ നിന്ന് നിന്റെ ഉപന്യാസത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കൂ. പർവീസ് അപ്പോൾ അമീൻ അവനോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചു പറയാൻ തുടങ്ങി. ഞങ്ങളുടെ ഗ്രാമം കാട്ടിലായതുകൊണ്ട് അവിടെ കൃഷിഭൂമി കുറവാണ്. കാട്ടിലെ മണ്ണ് എങ്ങനെ കൃഷിക്ക് ഉപയോഗിക്കാം എന്നാണ് ഞാൻ എന്റെ ഉപന്യാസത്തിൽ എഴുതിയിരിക്കുന്നത്. പർവീസിന്റെ വാക്കുകൾ മൈക്കിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ആ നിമിഷത്തിൽ അമീൻ അവിടെ എല്ലാ കുട്ടികളുടെയും പുറകിൽ നിശബ്ദനായി നിൽക്കുന്നുണ്ടായിരുന്നു. പർവീസിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഉടൻ അധ്യാപകൻ പറഞ്ഞു, പർവീസ് തന്റെ ഉപന്യാസത്തിൽ ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണിന്റെ പേരെഴുതിയിട്ടുണ്ട്. അത് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് സമ്മാനം ലഭിക്കും. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആർക്കും ആ ചോദ്യത്തിന് ഉത്തരമറിയില്ലായിരുന്നു. പർവീസും ഭയന്നു വിറച്ചു. കാരണം അവൻ ആ ഉപന്യാസം മോഷ്ടിച്ചതായതുകൊണ്ട് അവനും ആ ചോദ്യത്തിന് ഉത്തരമറിയില്ല. അധ്യാപകൻ പർവീസിനോട് പറഞ്ഞു, നീ ആ മണ്ണിന്റെ പേര് പറഞ്ഞോളൂ. ആ സമയത്ത് തന്റെ കൂട്ടുകാരൻ പ്രതിസന്ധിയിലായത് കണ്ട് അമീൻ തന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ കൈയുയർത്തി. കാരണം അവൻ ആ മണ്ണിന്റെ പേരറിയാമായിരുന്നു. പിന്നീട് അമീൻ അടക്കിപ്പിടിച്ച ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ആ നിമിഷത്തിൽ പർവീസ് അവന്റെ അടുത്തേക്ക് വന്നു. അവനോട് ചോദിച്ചു, നീ ആരുടെ കൂടെയാ ഇവിടെ വന്നത്? അമീൻ പറഞ്ഞു, ഞങ്ങൾ എന്റെ അമ്മയുടെ ടെസ്റ്റ് റിസൾട്ട് വാങ്ങാൻ വന്നതാ. അപ്പോ അവിടെ അടുത്താണല്ലോ നിന്റെ ഈ ചടങ്ങുള്ളത്. നിന്നെ കാണാൻ പറ്റൂന്ന് കരുതിയാ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാനിപ്പോ വാപ്പയുടെ കൂടെ കുതിരപ്പന്തയം കാണാൻ പോവുകയാണ്. നിനക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാം. അതും പറഞ്ഞ് അമീൻ നടന്നു നീങ്ങി. പർവീസ് കയ്യിൽ അവാർഡുമായി അവിടെ കുറ്റബോധത്തോടെ നിന്നു. പിന്നീട് അവൻ അവർക്കൊപ്പം കുതിരപ്പന്തയം കാണാൻ പോയി. കുതിരപ്പന്തയം ആരംഭിച്ചു. കുതിരകൾ തങ്ങളുടെ പൂർണ്ണ ശക്തിയോടെ ഓടുകയാണ്. പർവീസും അമീനും വലിയ താല്പര്യത്തോടെ അത് നോക്കിക്കണ്ടു. ഈ കുതിരപ്പന്തയം കാണുക എന്നത് അമീൻ കണ്ട സ്വപ്നമായിരുന്നു. സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടതിൽ ആ 2 കുട്ടികളും അന്ന് വളരെയധികം സന്തോഷവാന്മാരാണ്. പിന്നീട് അവർ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് തിരികെ എത്തി. എന്നാൽ അമീൻ പർവീസിനോട് ഇപ്പോൾ സംസാരിക്കാറില്ല. പർവീസ് പല രീതിയിൽ അമീനോട് സംസാരിക്കാൻ ശ്രമിച്ചു. അവൻ അമീനോട് പറഞ്ഞു, നാളെ ഞാൻ സ്കൂളിൽ എല്ലാവരോടും പറയാം ഞാൻ നിന്റെ ഉപന്യാസം മോഷ്ടിച്ചതാണെന്ന്. പക്ഷെ അമീൻ പറഞ്ഞു, അതൊക്കെ വിട്ടേക്കൂ, എനിക്കതേക്കുറിച്ച് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷെ പർവീസിന് അപ്പോഴും സ്വയം ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അന്ന് രാത്രിയിൽ അവനൊരു ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണരുക പോലും ചെയ്തു. സ്കൂളിൽ ആ കുട്ടി വായിച്ചപ്പോൾ പറഞ്ഞ വാക്കുകൾ അവൻ മനസ്സിലോർത്തു. ഈ ലോകത്തിൽ സത്യസന്ധതയേക്കാൾ മികച്ചതായി മറ്റൊന്നുമില്ല. മോശം പ്രവൃത്തികൾ മനുഷ്യനെ ദുർബലനാക്കുന്നു. സമൂഹവും ജനങ്ങളും ചീത്ത മനുഷ്യരെ ഇഷ്ടപ്പെടുന്നതേയില്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ സ്വന്തം കള്ളങ്ങളാണ്. കള്ളങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുന്നു. അതിനാൽ നമ്മൾ എപ്പോഴും നല്ല പ്രവൃത്തികൾ ചെയ്യണം. പർവീസിന് ഈ ഓരോ വാക്കുകളുടെയും പ്രതിഫലനം തന്റെ സ്വന്തം ജീവിതത്തിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ഒരു കുട്ടി ഗ്രാമത്തിലെല്ലാ വീടുകളിലും ചെന്ന് നാളെ സ്കൂളിൽ രക്ഷാകർത്തൃ യോഗമുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. എല്ലാ മാതാപിതാക്കളും യോഗത്തിൽ പങ്കെടുക്കണമെന്ന് അധ്യാപകൻ നിർദ്ദേശിച്ചിട്ടുണ്ടത്രേ. മറുവശത്ത് പർവീസും അമീനും ഒരിടത്ത് നിൽക്കുകയാണ്. അവരുടെ അധ്യാപകനും അവിടെ എത്തിച്ചേർന്നിരുന്നു. പർവീസ് അതിനോടകം എല്ലാ സത്യങ്ങളും അധ്യാപകനോട് തുറന്നു പറഞ്ഞിരുന്നു. അധ്യാപകൻ പർവീസിനോട് പറഞ്ഞു, ഇനി നീ വിഷമിക്കണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. നീ നിന്നെ തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തരുത്. പിന്നാലെ പർവീസ് അമീനടുക്കൽ സംസാരിച്ചു. എനിക്ക് പലതവണ നിന്നോട് ക്ഷമ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. എന്റെ അച്ഛൻ ഇതറിഞ്ഞ അദ്ദേഹം എന്നെ കൊന്നുകളയും. നീ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യാം. തുടർന്ന് അധ്യാപകൻ അമീനടുക്കൽ പറഞ്ഞു, സംഭവിച്ചത് സംഭവിച്ചു, നമുക്കത് മാറ്റാൻ കഴിയില്ല. എന്നാൽ നിന്റെ കൂട്ടുകാരൻ അവന്റെ തെറ്റിൽ ഒരുപാട് ഖേദിക്കുന്നുണ്ട്. അവൻ അതീവ ദുഃഖിതനാണ്. നമ്മുടെ സമൂഹത്തിൽ തെറ്റ് ചെയ്തതിനു ശേഷം ഖേദം തോന്നുന്നവർ വളരെ കുറവാണ്. ഒരാൾ തന്റെ തെറ്റിന് ക്ഷമ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ക്ഷമ നൽകണം. ദൈവം പോലും അതിൽ പ്രസാദിക്കും. അധ്യാപകന്റെ വാക്കുകൾ അമീൻ ഉൾക്കൊണ്ടു.
കഥ അവിടെ നിന്നും രക്ഷാകർത്തൃ യോഗത്തിലേക്ക് തിരിയുന്നു. അധ്യാപകൻ എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പർവീസിന്റെ നേട്ടം കാരണം ഇന്ന് ഈ ഗ്രാമത്തിന് വളരെ അഭിമാനമുള്ള ദിവസമാണ്. എല്ലാവർക്കുമായി എന്തെങ്കിലും സംസാരിക്കാൻ പർവീസിനെ മുന്നിലേക്ക് ക്ഷണിക്കുന്നു. പർവീസ് കയ്യിൽ ഒരു ഡയറിയുമായി മുന്നോട്ട് വന്നു. ഡയറിയിൽ താൻ എഴുതി വെച്ചിരുന്നത് നോക്കിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പർവീസ് നിക്കോയി, അമ്രാന്റെ മകൻ. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ അച്ഛനെ അറിയാം. അദ്ദേഹത്തിന് തന്റെ ജോലിയോട് എത്രത്തോളം സ്നേഹമുണ്ടെന്നും നിങ്ങൾക്കറിയാം. എനിക്ക് എന്റെ അച്ഛനെയോർത്ത് വലിയ അഭിമാനമുണ്ട്. ഈ ഗ്രാമത്തിൽ എനിക്കൊരുപാട് കൂട്ടുകാരുണ്ട്. എന്നാൽ എന്റെ ഏറ്റവും മികച്ച കൂട്ടുകാരൻ അമീനാണ്. അമീൻ എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ മാത്രമല്ല, അവൻ എന്റെ സഹോദരൻ കൂടിയാണെന്ന് ഞാൻ പറയട്ടെ. കാരണം അവൻ എന്റെ എല്ലാ തെറ്റുകളും ക്ഷമിക്കാറുണ്ട്. എനിക്ക് അവാർഡ് ലഭിച്ച ആ ഉപന്യാസം യഥാർത്ഥത്തിൽ എഴുതിയത് അമീനാണ്. പർവീസ് അമീനോട് തന്റെ അടുത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. പർവീസിന്റെ ഈ തുറന്നു പറച്ചിലിൽ എല്ലാവരും കൈയടിച്ചു. പർവീസ് വീണ്ടും ഗ്രാമത്തിന് മുമ്പിൽ വെച്ച് തന്നെ തന്റെ കൂട്ടുകാരനോട് ക്ഷമ ചോദിച്ചു. അമീൻ പറഞ്ഞു, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. തുടർന്ന് പർവീസ് അർഹതപ്പെട്ട ആ അവാർഡ് അമീന് കൈമാറി. ഇരു കുട്ടികളുടെയും മുഖത്ത് സമാധാനത്തിന്റെ പുഞ്ചിരി വിരിഞ്ഞു. അവിടെയുണ്ടായിരുന്ന എല്ലാ പേരൻസും കൈയടിച്ചു. ആ രംഗത്തോടെ സിനിമയുടെ കഥ അവസാനിക്കുകയാണ്. കഥയെക്കുറിച്ച് കൂടുതലായൊന്നും പറയാനില്ല. എങ്കിലും അതിന്റെ ചില വശങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഈ ലോകത്തിൽ സത്യസന്ധതയേക്കാൾ മികച്ചതായി മറ്റൊന്നുമില്ല. സത്യം മനുഷ്യനെ ദുർബലനാക്കുക തന്നെ ചെയ്യും. ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.